ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പെൻഗ്വിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് 8th എപ്പിസോഡ് എ ഗ്രേറ്റ് ഓർ ലിറ്റിൽ തിങ്സ് എന്നാണ് ഈ എപ്പിസോഡിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞാൽ ബാറ്റ്മാനായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളിൽ റെഫർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നല്ലൊരു കൺക്ലൂഷനാണ് പെൻഗ്വിന് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബാറ്റ്മാൻ 2ലേക്ക് മിക്കവാറും പെൻഗ്വിന് നല്ലൊരു സ്ഥാനം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഡോക്ടർ റഷ് EMDR തെറാപ്പി യൂസ് ചെയ്തിട്ട് അമ്മയുടെ നിന്നെല്ലാം മനസ്സിലാക്കാറുണ്ട്. നമ്മുടെ ഫ്രാൻസിസിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഓസ് ചെയ്ത കുറ്റങ്ങളും പുള്ളിക്കാരിക്ക് അറിയാം. പക്ഷെ പുള്ളിക്കാരി അത് അറിയാത്ത പോലെ നിൽക്കുന്നതും, പുള്ളിക്കാരി ഒരു നിമിഷത്തിൽ ഓസിനെ ചെറുപ്പത്തിൽ കൊല്ലാൻ വേണ്ടിയടക്കം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു റെക്സ് ഒരാളെ കൊണ്ട്. പക്ഷെ പിന്നീട് മനസ്സിലായി അവൻ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പുള്ളിക്കാരിക്ക് ഇനി ആകെ ഒരു മകനുള്ളൂ. അങ്ങനെ പല ഇമോഷൻസ് വെച്ചിട്ട് ആ ഉള്ള മോനെ കൊല്ലാതെ വിടുന്നതായിട്ടാണ് കാണിക്കുന്നത്. പുള്ളിക്കാരിക്ക് അറിയാം മോൻ ഒരു കൾപ്രിറ്റ് തന്നെയാണെന്ന്, ഒരു എന്താ പറയുക മോൺസ്റ്റർ തന്നെയാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ പുള്ളിക്കാരി അവൻ്റെ സന്തോഷത്തിന് വേണ്ടി വിടാണ്. അപ്പം അങ്ങനത്തെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഒരു നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരു പാർട്ടിക്ക് കൊണ്ടുവന്നു അവിടെ വെച്ച് റെക്സ് ഒരാളെ കൊണ്ട് കൊല്ലിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നീട് അവൻ്റെ സംസാരത്തിലൂടെ പുള്ളിക്കാരി വേണ്ടാന്ന് വെക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പാർട്ടി നടത്തിയ ആ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ പബ്ബ് അവിടേക്ക് തന്നെ പെൻഗ്വിനെ നമ്മുടെ സോഫിയ പിടിച്ചു കൊണ്ടുപോകുന്നത് അവിടേക്കാണ് അമ്മേനെയും കൊണ്ടുവരുന്നത്. അമ്മേനെ വായിൽ നിന്ന് തന്നെ പറയിപ്പിക്കുകയാണ്, എനിക്കറിയാം നീ തന്നെയാണ് ചെയ്തത് എല്ലാ കാര്യങ്ങളെന്ന് പറയിപ്പിക്കുന്നുണ്ട് ഓസിന് മുന്നിൽ വെച്ചിട്ടാണ്. ഓസ് വന്നിട്ട് അമ്മ ഇത് വിശ്വസിക്കരുത് അങ്ങനത്തെ രീതിയിൽ പല കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ സോഫിയ ട്രൈ ചെയ്തത് ഫ്രാൻസിസും ഓസും തമ്മിലുള്ള ആ ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ, ആ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഓസിനെ മാനസികമായി തകർക്കുക, അതാണ് അവിടെ സോഫിയ ട്രൈ ചെയ്തത്. അമ്മയ്ക്ക് അത് അറിയാം, അമ്മ മിണ്ടാണ്ടിരുന്നതാണ്, അവൻ ചെയ്ത കുറ്റങ്ങളൊക്കെ അറിയായിരുന്നു എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഓസിന് മുന്നിൽ വെച്ച് പറയിപ്പിക്കുകയും ഓസിനെ ഡെസ്പാക്കുക, അതാണ് ഏറ്റവും എന്നാണ് ഉദ്ദേശം പുള്ളിക്കാരി ചെയ്തത് അവിടെ. അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഓസ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവനെ പിടിച്ചു കൊടുക്കുന്ന ഡിക്റ്റേറ്റീവിനെ കൊല്ലുകയും അമ്മേനെ കൊണ്ട് അവനെ ഹോസ്പിറ്റലിലേക്ക് ഓടുകയും ചെയ്യുന്നത്. അവിടേക്ക് വിക്ടർ വരികയും സോഫിയ അതേസമയം പെൻഗ്വിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബൗണ്ടി എമൗണ്ട് ഡിക്ലെയർ ചെയ്യും. എല്ലാം ഗാങ്സ്റ്റേഴ്സും പെൻഗ്വിൻ്റെ പിന്നാലെ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ വിക്ടർ ഒരു കളി കളിക്കും. വിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ഗാങ്സ്റ്റേഴ്സിൻ്റെയും മുതലാളികളുടെ തൊട്ട് താഴെയുള്ള മകനും സെക്രട്ടറിമാരും എല്ലാവരെയും കൺവിൻസ് ചെയ്യിപ്പിക്കും. പെൻഗ്വിൻ്റെ കൂടെ ചേര്, നിങ്ങൾക്ക് നല്ല സ്ഥാനം കിട്ടും, റെസ്പെക്റ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റിൽ അവരുടെ ബോസുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്താണ് വിക്ടർ. അങ്ങനെ അവരവരുടെ ബോസുകളെല്ലാവരെയും കൊല്ലുന്നു. എന്നിട്ട് പെൻഗ്വിന് വേണ്ടിയിട്ട് മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവരെല്ലാവരും കൂടി ഒരു മീറ്റപ്പ് ചെയ്യുന്നുണ്ട്. പെൻഗ്വിനെ ഈ ഗാങ്സ്റ്റേഴ്സ് പിടിച്ചു കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഗാങ്സ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ അവരുടെ നേതാക്കളെ കൊന്ന് പെൻഗ്വിൻ്റെ കൂടെ ചേർന്നേക്കാണ്. അതേസമയം സോഫിയും അവിടേക്ക് വരുന്നുണ്ട് ഓസിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ സമയം ശരിക്കും സോഫിയന് വേണ്ടിയിട്ടുള്ള ട്രാപ്പായിരുന്നു. സോഫിയ അവിടെ ഒറ്റപ്പെടാണ്, ബാക്കി എല്ലാവരും സോഫിയുടെ അഗേൻസ്റ്റ് ആവുകയാണ്. ലാസ്റ്റിൽ പെൻഗ്വിൻ തുടക്കത്തെ സീൻ പോലെ തന്നെ ഡ്രൈവറായിട്ട് സോഫിയുടെ അടുത്ത് കാറിൽ കയറാൻ പറയും. എന്നിട്ട് ഒരു പോയിന്റിലെത്തുമ്പോൾ സോഫിനെ പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് തിരിഞ്ഞ് നിൽക്കാൻ പറയും. തിരിഞ്ഞിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ അടുത്ത് സോഫിയയുടെ അടുത്ത് നമ്മുടെ പെൻഗ്വിൻ ഒരു ഡയലോഗ് പറയുന്നത് ഗോ ടു ഹെൽ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പുള്ളിക്കാരി ഒരു നല്ലൊരു മറുപടി പറയുന്നുണ്ട്, ഞാൻ അവിടെ ഒരു സീറ്റ് നിനക്ക് വേണ്ടി റിസർവ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. പുള്ളിക്കാരി മരിക്കാൻ തയ്യാറെടുക്കുകയാണ്. എന്നിട്ട് തിരിഞ്ഞേക്കും, ഇയാൾ തോക്ക് ചൂണ്ടി വെടിവെക്കാൻ പോവല്ല, അതിനേക്കാളും മുമ്പ് പോലീസ് വന്ന് സോഫിയനെ പിടിക്കുകയാണ്. സോഫിക്ക് ഒരു ചീത്ത പേരുണ്ട്, ഹാങ്മാൻ എന്നൊരു ചീത്ത പേരുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാണ് പെൻഗ്വിൻ. തിരിച്ച് സോഫിയനെ ആർക്കാമിലേക്ക് വിടാണ്. ഇതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ പെൻഗ്വിൻ ഒരു കളി കൂടി കളിക്കുന്നുണ്ട്. കൗൺസിലറെ പോയി കാണുന്നുണ്ട്. അയാളുടെ അടുത്ത് ഇങ്ങനെ പറയും, ഇങ്ങനെ നടന്നാൽ പോരാ, ഞാൻ നിനക്ക് സോഫിയനെ ഇട്ട് തരാം. അപ്പോൾ സോഫിയ ജയിലിലിടുകയും എനിക്ക് വേണ്ട രീതിയിൽ എന്നെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്രൗൺ പോയിന്റിലെ എല്ലാവരുടെയും സപ്പോർട്ട് നിനക്ക് ലഭിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ആ കളിയും കൂടി അതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ സോഫിയ തിരിച്ച് ആർക്കമിലേക്ക് എത്താണ്. സോഫിയയുടെ ആ ഹെല്ലിലേക്ക് തന്നെ എത്താണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഫിയക്ക് മരിച്ചാലും കുഴപ്പമില്ല, ആർക്കമിലേക്ക് പോകാന്ന് പറയുന്നത് ഒരു നരകതുല്യമാണ്. ഇനിയാണ് ഭയങ്കര ഇമോഷണൽ സീനായിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെൻഗ്വിൻ്റെ അമ്മ ഒരു കോമ സ്റ്റേജിലേക്ക് എത്തിയ പോലെയാണ്. അവൻ ഹോസ്പിറ്റലിൽ ആക്കുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് കോമ സ്റ്റേജിലെത്താണ്. പിന്നെ നമ്മുടെ വിക്ടറായിട്ടുള്ള സീനാണ്. വിക്ടറിനെ ശരിക്കും പെൻഗ്വിന് യൂസ് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവിടെ പെൻഗ്വിൻ ഇപ്പോൾ അവിടുത്തെ രാജാവായി, എല്ലാ ഗാങ്സ്റ്റേഴ്സിൻ്റെയും നേതാവായി. പിന്നെ വിക്ടറിനോടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഒരു ബ്രദർഹുഡ് ഫീല് വരാൻ തുടങ്ങി. അവൻ തന്നെ സംസാരത്തിൽ പറയുന്നുണ്ട്, എനിക്കൊരു ഫാമിലി പോലെയാണ് ഇപ്പോൾ നിങ്ങൾ ഓസും ഫ്രാൻസിസും ഒക്കെ എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഓസിന് എന്തോ അത് സഹിക്കാൻ പറ്റാണല്ലോ. അവന് ഓൾറെഡി അങ്ങനെ ഈ ഫാമിലി എന്ന് പറയുന്ന ഒരു വീക്ക്നെസ് ആണെന്ന് അവന് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അവൻ ഗ്രാജുവലി വിക്ടറിനെ കഴുത്തിൽ ഞെരുക്കി കൊല്ലാണ് ചെയ്യുന്നത് അവസാനം. ശരിക്കും അവൻ പറയുന്നത് എനിക്ക് ഫാമിലി ഒരു വീക്ക്നെസ് ആണ്. അവൻ്റെ ബ്രദേഴ്സിനെയൊക്കെ കൊന്നു, നീയും ആ സ്ഥാനത്തേക്ക് വരാണ്, എൻ്റെ അമ്മയ്ക്ക്
എന്നോട് ചെറിയൊരു ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ അമ്മനെ വേണം, പിന്നെ എനിക്ക് വീക്ക്നെസ്സുകളൊന്നും പറ്റില്ല, അതുകൊണ്ട് കൊല്ലാൻ ചെയ്യണേ. കൊല്ലുമ്പോൾ കൊന്നിട്ട് അവൻ്റെ ബോഡി ഗോതം റിവറിലേക്ക് എറിയുമ്പോൾ അവൻ്റെ പേഴ്സിൽ നിന്ന് ID കാർഡ് വേറെ സ്ഥലത്തേക്ക് ഇടുകയും, അതായത് ആ ബോഡി ആദ്യം ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ആവാതിരിക്കാൻ. അവനെ പറ്റി അന്വേഷിച്ച് ആരും വരാനൊന്നും പോകുന്നില്ല, അവൻ്റെ ഫാമിലിയെല്ലാം അവസാനിച്ചു. അപ്പോൾ ഇനി അവൻ്റെ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ് പെൻഗ്വിൻ. അത്രയും ക്രൂരമായ ഒരു മോൺസ്റ്ററായിട്ട് തന്നെ മാറാണ് അവിടെ പെൻഗ്വിൻ. ടുവേഴ്സ് ദി എൻഡ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ബിൽഡിങ് നമ്മൾ പെൻഗ്വിൻ മേടിക്കുകയാണ് ചെയ്യണത്. ആ മേടിച്ചിട്ട് അതിൻ്റെ മേളിൽ ഏറ്റവും വലിയ പെൻറ്റ് ഹൗസിൽ അവൻ്റെ അമ്മേനെ ഇരുത്തും എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനേക്കാൾ മുമ്പ്. അതേപോലെ തന്നെ അവൻ പെൻറ്റ് ഹൗസിൻ്റെ ഏറ്റവും മുകളിൽ വലിയൊരു ജനലയുടെ അവിടെ അമ്മയുടെ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അമ്മ കോമയിലാണ്. അമ്മ മനഃപൂർവ്വം കോമയിലിരിക്കുന്നതാണോ എന്താണെന്നറിയില്ല, അമ്മ കോമയിലാണ്. എന്നിട്ട് സിറ്റി വ്യൂ കാണിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അമ്മയുടെ അവിടെ നിന്ന് അവൻ പതുക്കെ അവൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ അവിടെ ഏവ ഇരിക്കുന്നത്. ഏവ അമ്മ ഫ്രാൻസിസ് ഇട്ടിരുന്ന ആ പാർട്ടി വെയർ അതിട്ടിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് അവർ തമ്മിൽ ഡാൻസ് കളിക്കുമ്പോൾ ഏവ അവൻ്റെ അമ്മ എങ്ങനെയാണ് അവൻ്റെ സ്വീറ്റ് ഹാർട്ട് എന്ന് അങ്ങനെ എന്താണ് അമ്മ എപ്പോഴും പറയാറ്. അതേപോലെ തന്നെയാണ് പുള്ളിക്കാരിയും അവനെ കെട്ടിപ്പിടിച്ച് പറയുന്നത്. പക്ഷേ ഏവയ്ക്ക് അറിയാം അവളുടെ ഗേൾസിനെ കൊന്നതും ഇതൊക്കെ ഫാൽക്കണാണ്, അതിന് എല്ലാം സഹായിച്ചതും പെൻഗ്വിനാണെന്നൊക്കെ അറിയാം. പെൻഗ്വിൻ ഒരു മോൺസ്റ്ററാണെന്ന് പുള്ളിക്കാരിക്ക് അറിയാം. സ്റ്റിൽ പുള്ളിക്കാരിയുടെ പ്രൊഫഷൻ എടുത്ത് അവൻ്റെ കൂടെ ചേരാണ്. അപ്പോൾ ഒരു ശരിക്കും ആ പെൻറ്റ് ഹൗസിൻ്റെ മേളിൽ ഇവർ ഡാൻസ് കളിച്ച് കൊടുക്കുന്ന ജനലക്കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ പുറത്തൊരു സിറ്റി കാണിക്കും. സിറ്റിയിൽ ബാറ്റ്മാൻ്റെ സിമ്പിൾ ലൈറ്റ് ഓൺ ആവുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇനി നമ്മൾ ബാറ്റ്മാൻ വേഴ്സസ് പെൻഗ്വിൻ ആവാനാ സാധ്യത ബാറ്റ്മാൻ 2-ൽ. അത് കഴിഞ്ഞിട്ടൊരു ചെറിയൊരു സീൻ നമ്മൾ സോഫിയയുടെ കാണിക്കുന്നു. സോഫിയ ആർക്കമിൽ കാണിക്കുന്നു. നമ്മൾ റഷ് ആർക്കമിലേക്ക് പിന്നെയും ജോയിൻ ചെയ്യാണ്. റഷ് സോഫിയനെ കാണാൻ വരുന്ന ഒരു ലെറ്ററായിട്ട്. എന്നിട്ട് പറയും ആ ലെറ്റർ നിൻ്റെ ഒരു സിസ്റ്ററാണ് അയച്ചെങ്ങനെയെന്ന് പറയും. അപ്പോൾ ആ ലെറ്റർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാറ്റ് വുമൻ്റെയാണ്. നമ്മൾ ബാറ്റ്മാൻ 1-ൽ കണ്ടിരുന്നു കാറ്റ് വുമൻ്റെ ഫാദർ കാറ്റ്മാൻ ഫാൽക്കനാണ്. പുള്ളിക്കാരി സോഫിയനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യതയുണ്ട്, വറി ചെയ്യേണ്ട ഞാനുണ്ട് എന്ന രീതിയിലാണ് ആ ലെറ്ററിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബാറ്റ്മാൻ്റെ 2-ൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റ്മാൻ 2-ൽ വില്ലനായിട്ട് പെൻഗ്വിൻ വരാം. പെൻഗ്വിൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രാജാവാണ്, അവിടുത്തെ ഒരു ഡോണായി മാറിയിരിക്കുന്നു. പിന്നെ ഫാൽക്കൻസ് എല്ലാം തീർന്നു, മറോണീസ് എല്ലാവരും തീർന്നു. പിന്നെ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഗാങ്സ്റ്റർ ഹെഡ്സ് എല്ലാവരും പോയി. ഇപ്പോൾ എല്ലാവരുടെ ജൂനിയേഴ്സ് എല്ലാം പെൻഗ്വിൻ്റെ കീഴിലാണ്. പെൻഗ്വിനാണ് ഇപ്പോൾ ഭരിക്കുന്നത്, ഗാങ്സ്റ്റേഴ്സിനെ ഭരിക്കുന്നത്. അപ്പോൾ ആളൊരു കിങ്ങായി. ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ആളുടെ കോമിക് ബുക്കിൽ റെഫർ ചെയ്യുന്ന ഡ്രസ് കോസ്റ്റ്യൂം ഇടുന്നുണ്ട്. പിന്നെ പർപ്പിൾ റോൾസ് റോയ്സാണ് ആൾ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ശരിക്കും കോമിക് ബുക്കിൻ്റെ റെഫറൻസ് ചെയ്യുന്ന ഡ്രസ്സും ക്യാപ്പും സ്റ്റിക്കും എല്ലാം പിന്നീട് കാണിക്കുന്നുണ്ട് ആളിടുന്നത്. അപ്പോൾ അതാണ് പെൻഗ്വിൻ്റെ അവസ്ഥ. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഇതിനെ പെൻഗ്വിൻ അഗെയിൻസ്റ്റ് ആയിട്ട് ബാറ്റ്മാൻ ഓഫ് കോഴ്സ്. പിന്നെ നമ്മുടെ കാറ്റ് വുമൺ വരുന്നു. കാറ്റ് വുമണും സോഫിയും കൂടി ചേർന്ന് പെൻഗ്വിൻ്റെ അഗെയിൻസ്റ്റ് ആവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ സോഫി എങ്ങനെയായിരിക്കും ഒരു നെഗറ്റീവ് നേച്ചറാണോ വരാമെന്നറിയില്ല. ബട്ട് സ്റ്റിൽ പുള്ളിക്കാരി പറയുന്നുണ്ട് എനിക്കൊരു ബിസിനസ്മാൻ അപ്പൻ്റെ പോലെ ഫാൽക്കൺ ഫാമിലിയുടെ ആ ഇത് കൊണ്ട് നടക്കുന്ന ആഗ്രഹമില്ല, എനിക്ക് ഓസിനെ സഫർ ചെയ്യിപ്പിക്കണം മാത്രം ആഗ്രഹമുള്ളൂ എന്ന രീതിയിൽ പറയണത്. പുള്ളിക്കാരി എങ്ങനെ നെഗറ്റീവ് സൈഡായിട്ട് വരാ അറിയില്ല. ബാറ്റ്മാനിന് ഫേവറായിട്ട് ബാറ്റ്മാൻ്റെ കൂടെ പുള്ളിക്കാരി വരുമോയെന്ന് അറിയില്ല. എന്തായാലും നല്ലൊരു കോമ്പിനേഷൻ ക്യാരക്ടേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു ഈ എപ്പിസോഡ് തീർന്നപ്പോൾ. ഒരു ബാറ്റ്മാൻ 2-ന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ബാക്ക്ഡ്രോപ്പ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു ഈ സീരീസിൽ. അങ്ങനെ പെൻഗ്വിൻ സീരീസ് അടിപൊളി സീരീസ് ആയിട്ടുണ്ട്. എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സീരീസാണ്. ഞാൻ ഈ സീരീസിന് 9/10 ആണ് കൊടുക്കുക സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അല്ല ചെയ്യണം. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ അതിന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.